നമുക്കിപ്പോൾ ലോട്ടറി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഡയറക്റ്റ് ബാങ്കിലാണ് കൊടുത്തത്. എനിക്ക് ഒരു മാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് ലോട്ടറി ഓഫീസിലാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നേരത്തെ കിട്ടും ക്യാഷ്. അതെനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി, ഡയറക്റ്റ് ഓഫീസിൽ തന്നെ കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ക്യാഷ് കുറച്ചുകൂടെ മുമ്പ് കിട്ടും. ബാങ്കിൽ കൊടുക്കുന്ന ഒരു മാസം ക്യാഷ് നമ്മൾ അക്കൗണ്ട് വരും. എനിക്ക് ലോട്ടറി അടിച്ച ടൈമിന് എനിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു. കാരണം 25 കോടി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വന്നപ്പോൾ എനിക്കാണ് അത് അടിച്ചത്. അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഇതൊന്നും ഇല്ലായിരുന്നു, ധാരണയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വലിയ ടിക്കറ്റ് അല്ല, ചെറിയ ടിക്കറ്റ് ഏതായാലും അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം ആരുടെ പറയാതിരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മളെ വീട്ടിൽ ധാരാളം ആൾക്കാർ വരും. എനിക്ക് 25 കോടി അടിച്ച സമയത്ത് എനിക്ക് ഒരു മാസം വരെ 1, 2, 3 മാസം വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. എൻ്റെ കൊച്ചിനോട് ഹോസ്പിറ്റലിൽ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാക്സിമം ആരുടെ പറയരുത്. നിങ്ങൾ ടിക്കറ്റ് കിട്ടിയോടെ തന്നെ ഒന്നീ ബാങ്കിൽ കൊടുക്കണം, അല്ലെങ്കിൽ ലോട്ടറി ഓഫീസിൽ കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരുടെ പറയാതിരിക്കുക. അത് കിട്ടിയതിന് ശേഷം ക്യാഷ് എല്ലാം നിങ്ങൾ അക്കൗണ്ടിൽ വന്ന് 6 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് ടാക്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പറയുക. കാരണം പുറത്ത് എന്തായാലും പറയണം. കാരണം പറയാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ സമയത്ത് നമ്മൾ പൈസ ചോർന്ന് ചെയ്യുമ്പോൾ ആൾക്കാർ പറയാതെ കള്ളപ്പണം അങ്ങനെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിൽ വരും. അപ്പം പറയണം. മാക്സിമം നമ്മൾ ഒരു 6 മാസം വരെയെങ്കിലും ടൈം കൊടുക്കണം. അതിനുശേഷം പറയാവും. നമുക്ക് 25 കോടി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പകുതി, അത് 25 അല്ല 1 ആയാലും എത്ര അടിച്ചാലും നമുക്ക് അതിന്റെ പകുതി കിട്ടുള്ളൂ. ബാക്കി മൊത്തം നമുക്ക് ടാക്സിന് പോകും. അപ്പോൾ മാക്സിമം ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന 25 കോടിയും കയ്യിൽ കിട്ടില്ല. അതിൽ ടാക്സും കാര്യങ്ങളെല്ലാം പോയിട്ട് നമുക്ക് 12 സംതിങ്ങേ കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ അത് മാക്സിമം ശ്രദ്ധിച്ച് പൈസ എടുത്ത് ചിലവാക്കുക. ആദ്യമേ ഒരു മാസം കൊണ്ട് പൈസ കൈ വരും. ആദ്യമേ എടുത്ത് ചിലവായി കഴിഞ്ഞാൽ ലാസ്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ട സ്ഥലമായാലും വീടായാലും കാറായാലും എല്ലാം വിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് നമുക്ക് 50 ലക്ഷം രൂപ പുറത്തോട്ട് വരുമാനം ഉണ്ടെങ്കിൽ നമുക്ക് ടാക്സ് കൊടുക്കണം. അതിപ്പോൾ ഇതല്ല, എങ്ങനെയായാലും അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ എനിക്കിപ്പോൾ വന്ന ടാക്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കുന്നത്, അതായത് ഈ പൈസയുടെ അടുത്ത് ഞാൻ ഓരോ ബിസിനസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പുറത്ത് ടാക്സ് വരും. അപ്പോൾ ആ ടാക്സ് നമ്മൾ കൊടുക്കണം. അതെല്ലാ വർഷവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അത് ലോട്ടറിക്ക് വേണ്ടി ഒരു ക്ലാസ് ഉണ്ട്. നമ്മൾ പങ്കെടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ പൈസ ഉള്ളവർക്ക് നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അവർക്ക് എന്ത് ചെയ്യണം ഒരു ധാരണ കാണും. അതില്ലാത്തവർക്ക് ക്ലാസ് പങ്കെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അവർ ഓരോരോ സ്കീമും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരും. പൈസ, അത് ടാക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഊഹം വരും. ഈ പൈസ നമുക്ക് എന്തൊക്കെ ചെയ്യണം, എത്ര ഒരു ടാക്സ് വരും, നമ്മളെ കയ്യിൽ എത്ര കിട്ടും, അങ്ങനെയൊക്കെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ക്ലാസ്സിൽ നിന്ന് പങ്കെടുക്കുക. നമ്മൾ ലോട്ടറി നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടാക്സ് കൊടുക്കുന്നതിന്റെ പേപ്പറും കാര്യങ്ങളെല്ലാം വയ്ക്കണം. പിന്നെ നമുക്ക് അതിന് പുറത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ആർക്കും ക്യാഷ് കൊടുത്താൽ തന്നെ നമ്മൾ മാക്സിമം നമ്മൾ കയ്യിൽ കൊടുക്കരുത്. ആർക്കും പൈസ നമ്മൾ കൈ കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും നമ്മൾ ബാങ്ക് വഴി തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. കാരണം പൈസ നമ്മൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുത്തതിൻ്റെ ഒരു തെളിവും കാര്യങ്ങളും കാണില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ ബാങ്ക് പരമായിട്ട് ആ പൈസയൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക. ഞാൻ ഇപ്പോൾ ലോട്ടറി ഓഫീസിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആധാർ, ലൈസൻസിൻ്റെത്, ഫോട്ടോ, പാൻ കാർഡ്, ഈ 4 കൊടുത്തത്. ഇനി അടുത്ത് എന്തൊക്കെയാണെന്ന് അറിയില്ല. ഞാൻ കൊടുത്തിട്ടുള്ള ഇതായിരുന്നു. നമുക്ക് ഇപ്പൊ 25 കോടിയല്ല, ഇപ്പൊ 1 കോടി വെച്ചും കൊടുക്കുന്നുണ്ട്. നമുക്ക് എത്ര പ്രൈസ് അടിച്ചാലും നമ്മൾ മാക്സിമം ഒരു 6 മാസത്തേക്ക് ആരും പറയാതിരിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. നമുക്കിപ്പോൾ ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും പറയുമ്പോൾ പലവർക്കും പല ആവശ്യങ്ങൾ വരും. പൈസ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പം നമ്മളത് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വരും. എനിക്ക് ഒരു മാസത്തിനകത്ത് വെച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പലവർക്കും പല രീതിയിലും കൊടുക്കാൻ പറ്റാതെ ഉണ്ടായിട്ടുണ്ട് ആ ടൈമിൽ. അപ്പം നമ്മൾ മാക്സിമം ആരുടെ പറയാതിരിക്കുക. കാരണം ബന്ധുക്കൾ തകരാൻ വലിയ സമയം വേണ്ട. പൈസയുടെ രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഒരു 6 മാസം, അതുകൊണ്ട് മാത്രമല്ല 6 മാസം നിങ്ങൾക്ക് ഈ ടാക്സിന്റെ കാര്യങ്ങൾ പലവർക്കും അറിയില്ല. 25 കോടി എന്ന് പറയുന്നത് ക്യാഷ് ഉള്ളവർക്ക് വരുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയായിരിക്കും, ധാരണ കാണും. അതില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു 6 മാസം നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തതിനു ശേഷം, കാരണം കേന്ദ്രത്തിലും സ്റ്റേറ്റിലും 2 ടാക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിലാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി 6 മാസം നമ്മൾ ക്യാഷ് തൊടാതിരിക്കുക, മാക്സിമം ആരുടെ പറയാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പലരും പറയുന്നുണ്ട് ലോട്ടറി പൈസ നശിച്ച പൈസയാണ് നമ്മൾ കയ്യിൽ നിൽക്കില്ല. അതിപ്പോൾ ലോട്ടറി പൈസയല്ല, ഏത് പൈസയായാലും നമുക്കിപ്പോൾ കയ്യിൽ ഇപ്പം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ഏതായാലും അത് പലരും പലതും പറയും. പക്ഷെ അത് അങ്ങനെയല്ല. നമ്മൾ ഇപ്പം എത്രയായാലും ഇപ്പോൾ ഒരു 5 രൂപയാണ് ശരി തന്നെ നമുക്ക് കിട്ടിയാലും നമ്മൾ 5 രൂപ വെച്ച് അത് ആഡംബരം കാണിക്കാതെ 5 രൂപ നമ്മൾ വച്ചിരുന്ന് ഒന്ന് ബുദ്ധി ഉപയോഗിച്ച് ആ പൈസ നമ്മൾ എങ്ങനെ അത് ഇരട്ടിപ്പിക്കാം എന്ന് ചിന്തിക്കുക. ഞാൻ 2 വർഷം വരെ ഞാൻ പൈസ തൊട്ടിട്ടില്ല. എനിക്ക് പല രീതിയിൽ എനിക്ക് ചെയ്യുന്നത്. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമായിരുന്നു, സിനിമ എടുക്കായിരുന്നു, എനിക്ക് പുറത്തോട്ട് പോകാനുള്ള ഇത് ഇവിടെ ഓരോന്ന് ചെയ്യുള്ളൂ. അങ്ങനെ പല 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 ജോബുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ 2 വർഷം വരെ ഈ പൈസ ബാങ്കിൽ ഇട്ടിട്ട് അതിൻ്റെ ഫിക്സിലെടുത്ത്, അതായത് അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എടുത്ത് ഞാൻ ഓരോന്ന് ചെയ്തിട്ടുള്ളൂ. കാരണം ഹോട്ടൽ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബിസിനസ് ആയതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി 2 വർഷം സ്റ്റഡി ചെയ്തിട്ടാണ് അത് തുടങ്ങിയത്. ഞാൻ ആദ്യം ഒരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വലിയ ശാലയാണ്, രുചിക്കട എന്ന് പറയും, മേജർ കാന്തല്ലൂർ ക്ഷേത്രത്തിൻ്റെ. അതിനുശേഷം 2ാമത് തുടങ്ങിയത് കൈതമുക്ക് വഞ്ചൂര് ഹാപ്പി റെസ്റ്റോറൻറ്റ്. ഇപ്പം ഞാൻ ഇത് മെച്ചപ്പെട്ടുണ്ട്. ഇപ്പം 3ാമത്തെ കട ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിള്ളിപ്പാലത്ത്. അത് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാസം പകുതിയിൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഉണ്ടായത് ഞാൻ 2 വർഷം വരെ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടാണ്. അടിക്കൽ എല്ലാവരും പോലെ ഞാൻ കാറ് വാങ്ങിച്ച് ആഡംബര ജീവിതം കാണിച്ചെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. 2 വർഷം നമ്മൾ സഹിക്കുക, അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുക. അത്രേ ഉള്ളൂ. ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചില്ല. കാരണം ഞാൻ വിചാരിച്ച് വയ്ക്കണമെന്ന് പറഞ്ഞ വീടെന്ന് പറഞ്ഞാൽ സ്ഥലം വാങ്ങിച്ച് സ്വന്തമായിട്ട് ഞാൻ ചെയ്യണ ജോലി പൈസ ചെയ്യണമെന്ന് എനിക്ക് പണ്ടേ ഉള്ളൊരു ആഗ്രഹം. അപ്പോൾ എനിക്കിപ്പോൾ ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എനിക്ക് പൈസ വന്ന് ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം സ്വന്തമായിട്ട് എനിക്കൊരു സ്ഥലം വാങ്ങിച്ച് എനിക്കൊരു വീട് വയ്ക്കണം. ഇപ്പോഴും വാങ്ങിച്ചിട്ടുണ്ട് താമസിക്കാൻ വേണ്ടി. ഞാൻ വാടകയ്ക്ക് ആയിരുന്നകത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് പച്ച വീടാണ് വാങ്ങിച്ചത്. അത് കാറായാലും എന്തായാലും ഞാൻ സെക്കൻഡ്സേ വാങ്ങിച്ചിട്ടുള്ളൂ.
ഒന്നും ഞാൻ ഇപ്പോൾ ഫ്രഷ് വാങ്ങിച്ചിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ ഉണ്ടാക്കി എനിക്ക് വാങ്ങിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. മുമ്പറച്ച സമയത്ത് ആദ്യം ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു, സന്തോഷം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതെനിക്ക് വലിയ മണ്ടത്തിനായി പോയി. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പം എൻ്റെ ബന്ധുക്കളായാലും ഫ്രണ്ട്സ് ആയാലും ഇപ്പം ഞാനായാലും ശരി തന്നെ, എനിക്കൊരു അത്യാവശ്യം വരുമ്പോൾ എൻ്റെ കൂട്ടുകാരുടെ ആര് പൈസ ഉണ്ട് ഞാൻ പോയി ചോദിക്കും. അവരും അതേപോലെ ഉണ്ട്. ഇപ്പം നമുക്ക് ആരെ കയ്യിലാണ് പൈസ ഇരിക്കുന്നത് അവരുടെ അടുത്ത് നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പം അതേപോലെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അത് എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. കാരണം എനിക്ക് ഇത്ര പൈസ ഉണ്ടെന്ന് എല്ലാവരും അറിയിച്ചു കഴിഞ്ഞു. അപ്പം അവരൊരു അത്യാവശ്യം വരുമ്പോൾ അവർ ജെന്യൂനായിട്ടാണ് ചോദിക്കുന്നത്. പക്ഷെ എനിക്കത് കൊടുക്കാൻ പറ്റില്ല. കാരണം എനിക്ക് എൻ്റെ ആയിട്ടുള്ള കുറച്ച് പരിധികളുണ്ട്. അപ്പം അങ്ങനെ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങളാണ്. അപ്പം നമ്മൾ മാക്സിമം ഞാൻ പറഞ്ഞാൽ നമുക്ക് ലോട്ടറി അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെ അറിയിക്കാതെ നമുക്ക് 6 മാസം നമ്മളത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളത് സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മൾ പറയുക. കാരണം ചോദിച്ചു വരുന്നവരെ എല്ലാവരെയും നമുക്ക് പറ്റില്ലെന്ന് പറയുമ്പോൾ അത് വെറുപ്പിലാവും, പ്രശ്നങ്ങളാവും, അങ്ങനെ പല ഇത്. അത് ബന്ധുക്കളിൽ തന്നെ പലവരും വരും. ഇപ്പോൾ ഒരാൾക്ക് തന്നെ ഇപ്പോൾ 5 സഹോദരങ്ങളുണ്ടെങ്കിൽ അവർ 4 പേര് ചോദിക്കാൻ നേരത്ത് കൊടുക്കാൻ പറ്റാതെ അപ്പോൾ അവിടെ പ്രശ്നമാവും. അവർക്ക് മനസ്സിലാവില്ല, അവർ വിചാരിക്കുന്നത് അവൻ്റെ ആവശ്യം പോലെ പൈസ ഉണ്ട്. ഇപ്പം എൻ്റെ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കടയിൽ പോയാലോ തുണിക്കടയിലോ എവിടെ പോയാലും ഇപ്പം മുമ്പാണെങ്കിൽ ഞാൻ പോകുന്ന നേരത്ത് ആരും എൻ്റെ അടുത്ത് വരില്ല, ഒന്നും കാണിച്ചില്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പം പോകുന്ന നേരത്ത് 5000-6000 ഡ്രസ്സൊക്കെ എടുത്തിട്ട് അതായത് നമ്മളിൽ പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ 5 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുന്നത് നമ്മൾ പോകുമ്പോൾ അത് 10 രൂപ. അത് എനിക്ക് അനുഭവം പലതും ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ആഡംബര ജീവിതം കാണിക്കാതെ നോർമൽ ആയിട്ട് പോവുക. ഹോട്ടൽ ബിസിനസ് ഇപ്പൊ സൂപ്പർ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒന്നും ഞാൻ വലുതായിട്ട് ചെയ്യില്ല. ഫസ്റ്റ് ഞാൻ ചെറിയൊരു കട ഇട്ടിട്ടുണ്ട്. അതെനിക്ക് മെച്ചപ്പെട്ട് ഒരു 4 സ്റ്റാഫാണ് അവിടെ ഉള്ളത്. അങ്ങനെ മെച്ചപ്പെട്ട് അത് മുന്നേറിയ ശേഷം ഇപ്പൊ അടുത്തൊരു വലിയൊരു കട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞാൻ 3ാമത്തെ കട താഴ്ന്നത്. എന്നെ കൊണ്ട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഇനി കുറെ പേർക്ക് ജോലി കൊടുക്കണം. എനിക്ക് ബിസിനസ്സിനോട് ഭയങ്കര താല്പര്യമാണ് എനിക്ക് അത് ചെയ്യാനോട്. അതായത് ഈ ഹോട്ടൽ ഫീൽഡ് മാത്രമല്ല, ഓരോരോ ബിസിനസ് ഉണ്ട്. അപ്പൊ അത് എനിക്ക് എല്ലാം ചെയ്യുമ്പോഴും എനിക്ക് ഓരോ ആൾക്കാർ ജോലി കൊടുക്കുമ്പോഴും എനിക്ക് അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇപ്പം തന്നെ എനിക്ക് എൻ്റെ കൂടെ എല്ലാം കൂടെ ഒരു 10-25 പേരുണ്ട്. ഞാൻ ഇനി ഹോട്ടൽ അടുത്ത് നോക്കുമ്പോൾ ഇത് ആൾ കൂടെ ഉള്ളൂ. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ജോലി കൊടുക്കുന്നു. എന്നെ കൊണ്ടൊരു വരുമാനം അവർക്കുണ്ട്. അപ്പൊ എനിക്കൊരു നേട്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു 10 പേർക്ക് ഞാൻ ജോലി കൊടുത്താൽ ഉണ്ട്. അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും ഫോൺ വിളിച്ചിട്ട് 5 ലക്ഷം കൊടുത്ത് 10 ലക്ഷം കൊടുത്ത് അത് വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എൻ്റെ രീതിയിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് തൃപ്തിയാണ്. എനിക്ക് കച്ചവടം അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ പലവരും ഇവിടെ വന്നിട്ട് നെഗറ്റീവ് കമന്റും ഓരോന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ അതിന്റെ ബാക്കിൽ നിന്ന് പോയാൽ ഒന്നും പറ്റില്ല. ഞാൻ ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് പോകുന്നു, ഞാൻ ഹാപ്പിയാണ് എല്ലാ രീതിയിലും. പുതിയ ബിസിനസ് പലതും ഉണ്ട്, പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല. രാത്രി ആകുമ്പോഴേ എനിക്ക് ഓരോ കോളുള്ളൂ. രാത്രി രാവിലെ സാർ അതിൽ ചാൻസ് ഉണ്ടോ, ഇതിൽ ചാൻസ് ഉണ്ടോ, അതിൽ വേക്കൻസി ഉണ്ടോ. ഇന്ന് 5 മണിക്ക് എന്നെ വിളിച്ചിട്ട് സാർ ഹോട്ടലിൽ വേക്കൻസി ഉണ്ടോ, അവിടെ കണ്ണൂരിൽ നിന്നാണ് വിളിച്ചിരുന്നത്. അപ്പൊ അതിന്റെ കുറേ ഇതുണ്ട്. അടുത്ത ബിസിനസ് എന്താണ്, ഞാൻ ഇടയ്ക്ക് വെച്ച് പറഞ്ഞായിരുന്നു എനിക്കൊരു തുണിക്കട തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. അയ്യോ അതിന് വേണ്ടി ആവശ്യം പോലെ പോണാണ്, വീട്ടിൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നും പറയുന്നില്ല. ചെയ്യാൻ നേരത്ത് അതിനുള്ള വേക്കൻസിക്കുള്ള ആൾക്കാരെ എടുക്കും, ചെയ്യും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. സഹായം ചോദിച്ച ആൾക്കാർ ധാരാളം വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എല്ലാവരും സഹായിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഇപ്പം പല ചാനലിലും പറയുന്നുണ്ട്, എനിക്ക് അത്ര കിട്ടുന്നുണ്ട്, ഇത്ര കിട്ടുന്നുണ്ട്. എനിക്ക് കിട്ടുന്നുണ്ടില്ലെന്നല്ല, എനിക്ക് ഒരു വരുമാനം വരുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് എടുത്ത് ഞാൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് സഹായിക്കാൻ എനിക്ക് എല്ലാവരും അങ്ങനെ പറ്റില്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ 1-2 ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഞാൻ പറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഞാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അവിടെ ഇവിടെയായിട്ട് ക്യാഷ് കൊടുത്തിട്ടുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെയ്ത കാര്യം നമ്മൾ പറയാതിരിക്കണം, വിളിച്ച് പറയുന്നില്ല അത്. പിന്നെ ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 3 മാസം കൂടുമ്പോൾ എനിക്ക് ഒരു വരുമാനം അതിൽ നിന്ന് മാറ്റി, അതായത് ഒരു എമൗണ്ട് അതിൽ നിന്ന് മാറ്റിയെടുത്ത് എൻ്റെ ഹോട്ടലിൽ വരുന്നവരും അല്ല എന്നെ ഫോൺ വിളിക്കണമെന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് പേർക്ക് ചെയ്യുന്നുണ്ട്. ധാരാളം ആൾക്കാർക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് പേര് ചെയ്തു.